വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ, അവയുടെ ഫംഗ്ഷൻ, ദെൻ അവയുടെ സോഴ്സ് ആൻഡ് കോ എൻസൈം ആയിട്ട് അവയുടെ റോൾ എന്താണ് എന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് വൈറ്റമിൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ വൈറ്റമിൻസിനെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട്, ദെൻ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഓരോ ടൈപ്പും അവയുടെ പേരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൽ ആദ്യമുള്ളത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ആ ഒരു കുറച്ച് പെക്യുലാരിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവ എന്താ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഫാറ്റിൽ സോല്യൂബിൾ ആണ്, അല്ലെങ്കിൽ ലിപ്പിഡ്സിൽ ഡിസോൾവ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ ഇവ ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു ടേം ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിൽ പഠിച്ചു വെക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വാട്ടർ സോല്യൂബിൾ. അപ്പൊ പെട്ടെന്ന് സോല്യൂബിൾ ആകുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഡെയിലി അത് കൺസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിന്റെ കുറച്ച് എന്താ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത് എന്താ, ഇവ ലിപ്പിഡിൽ ഡിസോൾവ് ആകും, വാട്ടറിൽ ഡിസോൾവ് ആവില്ല. ഓക്കെ, ദേ അബ്സോർബ്ഡ് വിത്ത് ഡയറ്ററി ഫാറ്റ്. അപ്പം അതായത് ഇവയുടെ ആ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്, റിക്വയർ ബൈൽ ഫോർ പ്രോപ്പർ അബ്സോർപ്ഷൻ ഇൻ ദി ഇൻഡസ്ട്രി. അതായത് ഈ ഒരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ അബ്സോർപ്ഷന് ബൈൽ ആവശ്യമാണ്. ഓക്കെ, ബൈലിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ആവശ്യമാണ്. ദെൻ അവ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ലിവറിലും ഫാറ്റി ആസിഡ്സിലും ഒക്കെ ഫാറ്റി ടിഷ്യൂസിലും ഒക്കെ ഇവ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ദെൻ നോട്ട് ഈസിലി എക്സ്ക്രീറ്റഡ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എന്താ എക്സസ് എമൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹയർ എമൗണ്ട് ഓഫ് ഈ ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ പാടില്ല. സോ ഓവർ കൺസപ്ഷൻ ആണ് മെയിൻ ആയിട്ട് എന്താ ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, ടോക്സിക് ആവുന്നത്. അതിനെ ഹൈപ്പർ വിറ്റാമിനോസിസ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഏതൊക്കെ വൈറ്റമിൻസ്, അവയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, അവയുടെ ഡെഫിഷ്യൻസി, ഡിസീസ്, സോഴ്സ്, ഇതാണ് കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തത് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിന് ഒരു ഷോർട്ട് ഫോം ആയിട്ട് പഠിക്കുമ്പോൾ ഫാറ്റ് സോലബിളിൽ വരുന്നതാണ് അഡക്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ, അഡക് എന്നുള്ള ആ ഒരു എന്താ ഷോർട്ട് ന്യൂമോണിക്സ് വെച്ചിട്ട് പഠിക്കാം. അതിൽ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, നമുക്ക് ഓരോന്ന് ബേസ് ചെയ്തിട്ട് പഠിക്കാം. അതിൽ ഒന്നാമത് നോക്കിയേ വൈറ്റമിൻ എ ആണ്. അവയുടെ പേര് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ഓക്കെ, റെറ്റിനോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് വിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖമൊക്കെ ഈ ഒരു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന റെറ്റിനോൾ എന്ന് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നൈറ്റ് വിഷനുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റമിൻ എ. കൂടാതെ നമ്മളുടെ ഹെൽത്ത്, സ്കിന്നിന്റെ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റിയും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വൈറ്റമിൻ എയുടെ കുറവ് വന്നാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഉണ്ടാകാം, സെറോഫ്താൽമിയും ഉണ്ടാകാം. ആ ഒരു അസുഖങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് സോഴ്സസ് ആണ്. അപ്പൊ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കാണുന്നത് ക്യാരറ്റ്സ്, സ്പിനാച്ച്, ലിവർ. ഓക്കെ, ലിവർ, മിൽക്കിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈറ്റമിൻ ഡി. നമുക്കറിയാം സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അവയുടെ പേര് കാൽസിഫെറോൺ ആണ്. കാൽസിഫെറോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആ ഒരു പേരും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. രണ്ട് ടൈപ്പ് ഏതൊക്കെയാന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ടു ആൻഡ് മറ്റു ഓക്കെ, വൈറ്റമിൻ ഡി ടു ആൻഡ് ഡി ത്രീ ആണ്. വൈറ്റമിൻ ഡി ടു ആൻഡ് ഇത് ഡി ആണ്. വൈറ്റമിൻ ഡി ടു ആൻഡ് ഡി ത്രീ. ഓക്കെ, ഒരു വൈറ്റമിൻ ഡി ടുവിന് നമ്മൾ പറയുന്ന പേരാണ് എർഗോ കാൽസിഫെറോൾ. ഓക്കെ, ഇവിടെ എഴുതാം, മുകളിൽ എഴുതുന്നുണ്ട്. ഡി ടു എന്ന് പറയുന്നത് എർഗോ കാൽസിഫെറോൾ. പിന്നെ അതേപോലെ തന്നെ ഡി ത്രീ എന്ന് പറയുന്നത് കോളി കാൽസിഫെറോൾ ആണ്. കോളി കാൽസിഫെറോൾ. അപ്പൊ ഈ ഡി ത്രീ ആണ് സ്പെസിഫിക്കലി നമ്മൾ എന്ത് പറയുന്നത്, സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, വിറ്റാമിൻ ഡിയിൽ തന്നെ വിറ്റാമിൻ ഡി ത്രീ ആയിട്ടുള്ള കോളി കാൽസിഫെറോൾ ആണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡി ടു കൂടുതലായിട്ട് കിട്ടുന്നത് സാൽമൺ, ട്യൂണ പോലെയുള്ള ഫിഷസിൽ നിന്നാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു വൈറ്റമിൻ ഡി എല്ലുകളുമായിട്ട് കാൽസ്യം അബ്സോർപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാൽസ്യം അബ്സോർപ്ഷനും ബോണിന്റെയും ടീത്തിന്റെയും ഫോർമേഷൻ ആണ് സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്. ചിൽഡ്രനിൽ റിക്കറ്റ്സ് ആണ്, അഡൽട്ടിലാകുമ്പോൾ അതിനെ
ഓൾഷിയോമലേസിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. സൺലൈറ്റ് എക്സ്പോഷർ ആണ് വിറ്റാമിൻ D3. ദെൻ ഫിഷ്, എഗ്, യോക്ക്, ഫോർട്ടിഫൈഡ് മിൽക്കിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എർഗോ കാൽസിഫെറോൾ ആണ്, വിറ്റാമിൻ D2 ആണ് എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ടോക്കോഫെറോൾ എന്നാണ് കേട്ടോ പേര്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. പ്രൊട്ടക്ട് സെൽസ്, മെംബ്രേനിയം സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് മസിൽസിന്റെ വീക്ക്നെസ് ആണ്. മസിൽസിന്റെ വീക്ക്നെസ്സും നെർവ് പ്രോബ്ലംസ് റെയർ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. ദെൻ അത് കൂടാതെ RBC ഫ്രജൈലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാണ് കേട്ടോ. ഇൻക്രീസ് ആ ഒരു ഇതും കൂടി എടുത്ത് ഇവിടെ ആഡ് ചെയ്തേക്കുക. RBCയുടെ ഒരു ഫ്രജൈലിറ്റി ഇൻക്രീസ് ചെയ്യുക. RBC അല്ല, RBCയുടെ ഫ്രജൈലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വിറ്റാമിൻ ഇ കാരണമാകുന്നുണ്ട് എന്ന് എഴുതി വെക്കേ. അപ്പൊ നെക്സ്റ്റ് അവയുടെ സോഴ്സ് എന്ന് പറയുന്നത് നട്ട്സ്, സീഡ്, ഓക്കെ, സീഡ്സ്, നട്ട്സ്, വെജിറ്റബിൾ ഓയിൽസ്, ഗ്രെയിൻസിലും കൂടി ഈ ഒരു വൈറ്റമിൻ ഇ കാണുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബ്ലഡ് ക്ലോട്ടിങ്, വേഗത്തിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കും. എക്സസ് ആയിട്ട് ബ്ലഡ് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ്. സോ വൈറ്റമിൻ ഇ കുറഞ്ഞാലാണ് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്, ക്ലോട്ട് ചെയ്യാൻ ടൈം എടുക്കുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, വൈറ്റമിൻ കെ കൂടുതലായിട്ടുള്ളത് മെയിൻ ആയിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ്, ബ്രോക്കോളി പോലെയൊക്കെയാണ്. അപ്പൊ ഈ ഒരു ഡിയുടെ കേസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ കെയും രണ്ട് ടൈപ്പ് ഉണ്ട്. K1 ഉണ്ട്, K2 ഉണ്ട്. ഓക്കെ, K1 എന്ന് പറയുന്നതാണ് ഫില്ലോക്വിനോൺ. ഓക്കെ, K1 ഫില്ലോക്വിനോൺ ആണ്. ദെൻ K2 എന്ന് പറയുന്നത് മെനാക്വിനോൺ ആണ്. മെനാക്വിനോൺ ആ ഒരു ടേമും കൂടി എക്സാമിന് അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. മെനാക്വിനോൺ ആണ് K2, K1 ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ ആണ് ഈ ഒരു ലീഫി വെജിറ്റബിൾസിൽ കൂടുതലായിട്ട് കാണുന്നത്. ദെൻ K2 മെനാക്വിനോൺ ആണ് മെയിൻ ആയിട്ട് ഗട്ട് മൈക്രോഫ്ലോറയിലൊക്കെ, ഗട്ടിലുള്ള മൈക്രോഫ്ലോറയിലൊക്കെയാണ് ഈ ഒരു വൈറ്റമിൻ കെയുടെ പ്രൊഡക്ഷൻ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ആ ഒരു ഓവറോൾ വ്യൂ പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. സോ നമ്മൾ ഫാറ്റ് സോല്യൂബിൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ മനസ്സിലാകും. ഇവ വാട്ടറിൽ ഈസിലി ഡിസോൾവ്ഡ് ആണ്, പക്ഷെ ഫാറ്റിൽ ഡിസോൾവ്ഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ വാട്ടറിൽ വേഗം ഡിസോൾവ് ആയതുകൊണ്ട് തന്നെ അധിക നേരം നമ്മുടെ ബോഡിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ അത്തരം കേസിൽ എന്ത് നമ്മൾ ചെയ്യണം? ഡെയിലി നമ്മൾ ഡയറ്റിലൂടെ ഈ ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ബോഡിയിൽ അവൈലബിൾ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ നോക്കി, നമ്മൾ ഫാറ്റ് സോല്യൂബിൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ബൈൽ ഡക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൈനിൽ എത്തുമ്പോൾ ബൈൽ ആവശ്യമാണല്ലോ അവ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന് അവ ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്തോളും. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഒരു ബൈലിന്റെ ആവശ്യമില്ല. ദെൻ ഇവിടെ നെക്സ്റ്റ് അവ സ്റ്റോർ ചെയ്ത് വെക്കില്ല. ഓക്കെ, നോട്ട് സ്റ്റോർഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ബോഡി. പക്ഷെ നിങ്ങൾ വാട്ടർ സോല്യൂബിളിൽ വൈറ്റമിൻ ബി കോംപ്ലക്സും സി ആണ് പഠിക്കുക. ഒരു ബി കോംപ്ലക്സിൽ വൈറ്റമിൻ B12 എന്നുള്ള ഒരു വൈറ്റമിൻ ഉണ്ട്. ആ ഒരു വൈറ്റമിൻ എന്ത് ചെയ്യും? കുറെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, കുറെ കാലത്തോളം ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ബാക്കി ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കില്ല. ഇൻ കേസ് ഈ ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ബോഡിയിൽ എക്സസ് ആയി കഴിഞ്ഞാലും അവിടെ യൂറിൻ വഴി അവ എലിമിനേറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഓവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വലിയ ഹാം ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാറ്റ് സോല്യൂബിളിനെ ബേസ് ചെയ്തിട്ട് ചെറിയ സൈഡ് ഇഫക്റ്റ് മാത്രമേ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിനുള്ളൂ. അപ്പൊ ഈ ഒരു ടേബിൾ ആണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് സി ആണ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത്. അതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൽ തന്നെ കുറെ ടൈപ്പ് പഠിക്കാനുണ്ട്. ഓരോന്നിന്റെയും പേരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1ന്റെ പേര് എന്ന് പറയുന്നത് thymine ആണ് ട്ടോ, thymine. ഈ ഒരു thymine മെയിൻ ഫംഗ്ഷൻ ആണ് ഇനി പഠിക്കാനുള്ളത്. എനർജി, നമ്മൾ മെയിൻ ആയിട്ട് വൈറ്റമിൻ B1 കോംപ്ലക്സ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് ടോട്ടലി എനർജി അല്ലെങ്കിൽ മെറ്റബോളിസം, എനർജി മെറ്റബോളിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ B1 സ്പെസിഫിക് ആയിട്ട് എനർജി മെറ്റബോളിസവും നെർവ് ഫംഗ്ഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ
അവയുടെ ഒരു വിറ്റാമിൻ B1 ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ബെറിബറി എന്നുള്ള അസുഖവും അതുകൂടാതെ ഡ്വാർഫിസം എന്നുള്ള ഒരു അസുഖവും കൂടി ഉണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഡ്വാർഫിസം ആൻഡ് ബെറിബറി ആണ് ഈ ഒരു വൈറ്റമിൻ B1 കൊണ്ട് ഉണ്ടാകുന്ന അസുഖം. ദെൻ മെയിൻ ആയിട്ട് അവയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ്, നട്ട്സ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തേതാണ് വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ എന്നാണ് പറയുന്നത്. അതും എനർജി പ്രൊഡക്ഷനും അതുകൂടാതെ സ്കിൻ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, സ്കിൻ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട്. സോ അതിന്റെ ഡെഫിഷ്യൻസിക്ക് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് കീലോസിസ്. സ്കിൻ ഇൻബേണും ഉണ്ടാകും അല്ലെങ്കിൽ സോർ ടങ്ങും ഉണ്ടാകും. ഈ സ്കിൻ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തത് കൊണ്ട് ഇവിടെ സ്കിൻ എന്താ ഇൻബേണും കൂടി ആ ഒരു അസുഖമായിട്ട് ഇതിൽ കൂട്ടാം കേട്ടോ. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും ഈ ഒരു റൈബോഫ്ലാവിന്റെ കേസിൽ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള സോഴ്സസ് മിൽക്ക്, എഗ്സ്, ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ B3 നിയാസിൻ എന്ന് പറയും. ഓക്കെ, നിയാസിൻ. അപ്പൊ മെറ്റബോളിസവും കൂടാതെ ഏറ്റവും കൂടുതൽ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റമിൻ B3 ആണ്. നെർവിന്റെ ഹെൽത്തും കൂടി വൈറ്റമിൻ B3യുടെ ഫംഗ്ഷൻ ആണ്. അവയുടെ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്ന ഡെഫിഷ്യൻസി ആയാൽ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് മീറ്റ്, ഫിഷ്, പീനട്സ് ആണ്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ B5 എന്ന് പറയുന്നത് പെന്റായല്ലേ, അതുകൊണ്ട് പാൻറ്റോതെനിക് ആസിഡ്. അപ്പൊ ഫാറ്റ് മെറ്റബോളിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫാറ്റ് മെറ്റബോളിസം, ഫാറ്റീഗ്, റെയർ കേസിൽ നംനെസ്സും കാരണമാകുന്നുണ്ട്. അതിന്റെ സോഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്, മീറ്റ്, ഹോൾ ഗ്രെയിൻസ്, ബ്രോക്കോളി ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈറ്റമിൻ B6 എന്ന് പറയുന്നത് പിറിഡോക്സിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പിറിഡോക്സിൻ. പ്രോട്ടീൻ മെറ്റബോളിസവുമായിട്ടും ബ്രെയിൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. ഈ ഒരു വൈറ്റമിൻ B6ന്റെ ഡെഫിഷ്യൻസി അനീമിയ, നോർമൽ അനീമിയക്കും കൂടാതെ ഇറിറ്റബിലിറ്റി, ദെൻ അതുകൂടാതെ കൺജങ്ക്റ്റിവിറ്റിസിനും കാരണമാകുന്നുണ്ട് എന്നും കൂടി ഒന്ന് എഴുതി വെച്ചേക്കും കേട്ടോ. ഇവിടെ കൺജങ്ക്റ്റിവിറ്റിസ്, ഓക്കെ, കൺജങ്ക്റ്റിവിറ്റിസിനും കൂടി കാരണമാകുന്നുണ്ട്. ദെൻ അവ കൂടുതലായിട്ട് കാണുന്നത് ബനാനാസ്, ഫിഷ്, പൊട്ടറ്റോസിലൊക്കെയാണ്. ദെൻ വൈറ്റമിൻ B9 ആണ് നെക്സ്റ്റ് പറയുന്നത്. വൈറ്റമിൻ B9 എന്ന് പറയുമ്പോൾ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എന്ന് പറയും. DNA സിന്തസിസ്, RBC ഫോർമേഷൻ ഒക്കെയാണ് സഹായിക്കുന്നത്. സോറി, വൈറ്റമിൻ B7 പറഞ്ഞിട്ടില്ല, ബയോട്ടിൻ, ഹെയർ, സ്കിന്ന്, മെറ്റബോളിസം. സോ ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹെയർ ലോസിന് കാരണമാകാം ഇവയുടെ ഡെഫിഷ്യൻസി. സ്കിൻ ആയതുകൊണ്ട് ഡെർമറ്റൈറ്റിസിനും കാരണമാകാം. ഓക്കെ, മെയിൻ ആയിട്ട് എഗ്സിലും നട്ട്സിലും സീഡ്സിലും ആണ് കൂടുതലായിട്ട് കാണുന്നത്. വിറ്റാമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് DNA സിന്തസിസ് അല്ലെങ്കിൽ RBC ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവയുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന അസുഖം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. ഓക്കെ, ഇപ്പൊ നോർമൽ അനീമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ B6ഉം, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B9ഉം, പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ B12ഉം ആണ്. വൈറ്റമിൻ B12 കൊബാലമൈൻ ആണ്. നെർവ് ഫംഗ്ഷൻ, RBC ഫോർമേഷനും കാരണമാകുന്നുണ്ട്. അതാണ് ഈ ഒരു വൈറ്റമിൻ B12ന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു വൈറ്റമിൻ B12 അല്ലെങ്കിൽ കൊബാലമൈൻ അല്ലെങ്കിൽ സയനോ കൊബാലമൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവ കൂടുതൽ നേരം ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ലാസ്റ്റ് വൺ ആണ് വൈറ്റമിൻ C എന്ന് പറയുന്നത് അസ്കോബിക് ആസിഡ്. ഇമ്മ്യൂണിറ്റിയും വൂണ്ട് ഹീലിംഗും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്കർബി, വൈറ്റമിൻ C ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖമാണ് സ്കർബി. സിട്രസ് ഫ്രൂട്ട്, നമ്മുടെ നാരങ്ങയിലൊക്കെയാണ് കൂടുതലായിട്ട് വൈറ്റമിൻ C കാണുന്നത്. കൂടാതെ അമ്ലയിലും ഗുവയിലും ഒക്കെ ഈ ഒരു വൈറ്റമിൻ C കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വൈറ്റമിൻസിന്റെ 2 ക്ലാസിഫിക്കേഷൻ. അതോടൊപ്പം അവയുടെ ഫംഗ്ഷനും അവ കോസ് ചെയ്യുന്ന ഡിസീസസും സോഴ്സസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങളുടെ ആ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ളത് റോൾ ഓഫ് വൈറ്റമിൻസ് ആസ് കോഫാക്ടർ ഇൻ എൻസൈംസ് ആണ്. എൻസൈംസിൽ കോഫാക്ടർ ആയിട്ട് വൈറ്റമിൻസിന്റെ റോള് നമുക്കറിയാം. എൻസൈംസിന്റെ ആ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആവണമെങ്കിൽ അവിടെ എൻസൈം ആയിട്ട് ഒരു കോഫാക്ടർ ബൈൻഡ് ചെയ്യണം എന്നറിയാം. നമ്മൾ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ വൈറ്റമിൻ B കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻസ് ആണ് കൂടുതലായിട്ടും കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അവയുടെ ആ ഒരു ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഓരോന്നും അവയുടെ കോ എൻസൈം ആയിട്ടുള്ള ഫോം ഏതാണ്, അവ ഏത് ഫംഗ്ഷനെയാണ് കോഫാക്ടർ ആയിട്ട് എൻസൈമിന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും കൂടി പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് വൺ വൈറ്റമിൻ B1 ആണ് thymine. thymine പൈറോഫോസ്ഫേറ്റ് എന്നുള്ള ഫോമിലാണ് അവ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B2, FAD
FMN ഫ്ലാവിൻ ഡൈന്യൂക്ലിയോടൈഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ് നമ്മൾ FAD യും FN ഉം മോണോന്യൂക്ലിയോടൈഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ആ ഒരു ഫോമിലാണ് വൈറ്റമിൻ B2 ആണ് ട്ടോ ഇത് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ദെൻ നിയാസിൻ വൈറ്റമിൻ B3 എന്ന് പറയുന്നത് NAD+, NADP+, okay? അത് എനർജി പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് പിറിഡോക്സിൻ, പിറിഡോക്സാൾ ഫോസ്ഫേറ്റ് ആണ്, അമിനോ ആസിഡ് മെറ്റബോളിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഫോളിക് ആസിഡ് വൈറ്റമിൻ B9 ടെട്രാഹൈഡ്രോഫോളേറ്റ് എന്നുള്ള ഫോമിൽ DNA സിന്തസൈസിൽ കോഫാക്ടർ ആയിട്ട് എൻസൈംസിന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് വൈറ്റമിൻ B12 കൊബാലമൈൻ എന്ന് പറയുന്നത് കോ എൻസൈം B12 ആയിട്ട് RBC ഫോർമേഷനും നെർവ് ഫംഗ്ഷനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എൻസൈംസ് കോ ഫാക്ടർ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇപ്പോൾ വൈറ്റമിൻസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഓൾമോസ്റ്റ് പഠിച്ചാൽ മതിയായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. ഇൻ കേസ് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.